കോഴിക്കോട് താമരശ്ശേരിയിൽ 19-കാരിക്ക് നേരെ അതിക്രമമെന്ന് വാർത്ത. വിസർജ്യം തുണിയിൽ പൊതിഞ്ഞ് പെൺകുട്ടിയുടെ മുഖത്ത് വെച്ചു. പെൺകുട്ടി ശ്വാസം മുട്ടിക്കാനും ശ്രമമുണ്ടായി. നമുക്ക് ആദ്യം ആ പ്രതികരണം ഒന്ന് കാണാം. എന്റെ മുഖത്ത് എന്തൊരു തണുപ്പും ഫുൾ ഇരുട്ടും എനിക്ക് തോന്നി. പെട്ടെന്ന് മനസ്സിലായി എന്റെ മുഖത്ത് ആരോ എന്തോ പൊത്തിപ്പിടിച്ചേക്കുക. തുണി മാറ്റിയപ്പോ ഞാൻ കാണുന്ന ഒരാണ് എന്റെ മുഖത്തിന് മേലെ, ഞാൻ കിടക്കുകയാണല്ലോ, അപ്പൊ അയാൾ എന്റെ മുഖത്തിന് മേലെ അത് വീണ്ടും ഇങ്ങനെ ശ്വാസം മുട്ടിപ്പിക്കുന്ന രീതിയിൽ പ്രസ് ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. എന്തോ ഒരു ഇതിന് ഞാൻ പെട്ടെന്ന് അയാളെ തള്ളി. അയാൾ അപ്പോൾ തിരിഞ്ഞു ഓടി. ഒന്നെങ്കിൽ ഫുഡ് വേസ്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ ടോയ്ലറ്റ് വേസ്റ്റ് ആയിരിക്കും. അത് കൊണ്ടുവന്നാണ് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ അമർത്തി പിടിച്ചത്. സംഭവം നടന്ന ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോലീസിൽ പരാതി കൊടുത്തു. അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ അജി. SKN ഇന്നലെയാണ് ഈ 19-കാരിക്ക് നേരെ ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത്. അജ്ഞാതനാണ് 19-കാരി ആക്രമിച്ചത്. ഈ കുട്ടിയുടെ മാതാവ് ബാങ്ക് ജീവനക്കാരിയാണ്. ഈ കുട്ടിയും 2ാം വർഷ ബിരുദത്തിന് പഠിക്കുന്ന ഈ കുട്ടിയുമാണ് വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ഇവർ ഈ സംഭവ സമയത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. ഈ പെൺകുട്ടിയിൽ ഈ മുറിയിൽ മൊബൈൽ നോക്കിക്കൊണ്ട് കിടക്കുകയായിരുന്നു. മാതാവ് വീടിൻ്റെ പിൻഭാഗത്ത് ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇവർ ഈ നിൽക്കുന്ന സമയത്താണ് അജ്ഞാതനായ ഒരാൾ വീട്ടിലേക്ക് കയറി വന്ന് ഈ പെൺകുട്ടി ഇത്തരത്തിൽ വളരെ മൃഗീയമായി ഉപദ്രവിക്കുകയും മുഖം പൊത്തിപ്പിടിക്കുകയും ശ്വാസം മുട്ടിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തത്. ഉടനെ തന്നെ പെൺകുട്ടി ഇയാളെ തള്ളി മാറ്റുകയും ഈ പെൺകുട്ടി ഇയാളുടെ രൂപം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാരാണ് എന്ന് ഇതുവരെയും അവർക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നില്ല. എന്നാലും താമരശ്ശേരി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പെൺകുട്ടി പെട്ടെന്ന് നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.